ഹലോ ഗൈസ്, നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇതിൻ്റെ ഒരു ഹാർഡ് കോർ വേൾഡാണ്. ഗൈസ്, ഞാൻ ഇതിൽ 2-3 ഡേയ്സ് സർവേ ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു ബേസ് ഉണ്ടാക്കി ഒരു വില്ലേജിൻ്റെ അവിടെയാണ്. ഗൈസ്, ഇപ്പോൾ ഇതൊരു നൈറ്റാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ബാക്കി പറയാം. ഗൈസ്, ഞാൻ ഇതിനകത്ത് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ തുടങ്ങിയ ഹാർഡ് കോർ വേൾഡാണ്. എനിക്കത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ചെറിയ ബേസ്. ഗൈസ്, കണ്ടോ ഗൈസ്, ഇത് ഇവരെയൊക്കെ അത് ഞാൻ എൻ്റെ ഭാഗം വരുത്തട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഗൈസ്, ഇതാണ് എൻ്റെ മൈനിങ് ഏരിയ. പക്ഷെ ഞാനിത് ആദ്യം ഒന്ന് ഫിനിഷപ്പ് ചെയ്യട്ടെ. ഓ ഗൈസ്, ബ്രോ, വാട്ട് ഡു യു വാണ്ട് ബ്രോ? ഗൈസ്, എന്താ ഗൈസ്? ഗൈസ്, no guys, no guys, I am making the world guys. അപ്പോൾ ഞാൻ എൻ്റെ ഈ വേൾഡിൽ മരിച്ചത് കാരണം നമ്മൾ തളരരുത് ഗൈസ്. എൻ്റെ കയ്യിൽ 27 വേൾഡ് ഉണ്ട്, എന്നാലും ഞാൻ തളരത്തില്ല. ക്രിയേറ്റ് ഹാർഡ് കോർ നെയിം ഹാർഡ് കോർ 2.0 അഡ്വാൻസ്ഡ് ടെംപ്ലേറ്റ്സ്. ഞാൻ ടെംപ്ലേറ്റ്സ് ഇട്ട് കളിക്കും ഗൈസ്. കോസ്റ്റൽ വില്ലേജ്, ക്രിയേറ്റ്, പ്ലേ ഹാർഡ് കോർ മോഡ്. നമ്മൾ തളരരുത് ഗൈസ്. ഇതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ലെസൺ. തളരരുത് ഒരിക്കലും. ഞാനിപ്പോൾ ഭയങ്കര ബീറ്റാണ് കളിക്കുന്നത്, എന്നാലും എനിക്ക് നോ പ്രോബ്ലം, ഐ ആം കംഫർട്ടബിൾ. പിന്നെ ലോഡിങ്ങിന് ചെറിയൊരു ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയിൽ കിടക്കുകയാണ്. പുതിയ ഹാർഡ് കോർ ബേസ് സ്റ്റാർട്ട്സ് നൗ. ഗൈസ്, ഇതിപ്പോൾ ഇതൊക്കെ ഉണ്ട് ഗൈസ്. എന്തൊരു പതുക്കെയാണ് ഗൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊരു പതുക്കെയാണെന്ന് പറയുന്നതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ഇതിൽ കൈ അറിയുമ്പോൾ സർവൈവ്. ഓ ഗൈസ്, ഫസ്റ്റ് ടൈം ഗൈസ്. വില്ലേജ് ഗൈസ്, ടെംപ്ലേറ്റ് ചതിച്ചോളൂ ഗൈസ്. എനിക്കറിയത്തില്ല ഗൈസ്, ടെംപ്ലേറ്റ് ചതിച്ചെന്ന്. വി ക്യാൻ ചെക്ക് ഗൈസ്. ചതിച്ചിട്ടില്ല, അവിടെയാണ് വില്ലേജ് ഗൈസ്. തുടക്കം തന്നെ നമ്മളൊരു അച്ചീവ്മെൻ്റ് എടുത്തു. നമ്മൾ ഡ്രീമിൻ്റെ സ്കിന്നിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി സ്കില്ല് കാണിച്ചു പോകാം. ഗൈസ്, ഫസ്റ്റ് ലൂട്ട് സ്പീഡ് റൺ ചെയ്താലോ ഗൈസ്. റഷ് ഇൻ ടു ദ ഹൗസ്. ഗൈസ്, നമുക്ക് അത്യാവശ്യം നല്ല ലൂട്ടാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. നമ്മളിപ്പം ഒരു സോഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഇത്. നമുക്കിത് ഇടാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. നമുക്ക് ആദ്യം ഒരു പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഗൈസ്, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ, നോ പ്രോബ്ലം ഗൈസ്. ആദ്യം നമുക്ക് നിറയ്ക്കാം. അതുപോലെ നമുക്ക് വുഡ് കളക്ട് ചെയ്യണം. ഗൈസ്, നമ്മളൊരു SMBയുടെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്കിത് കളിക്കാം. ഇപ്പോൾ നമ്മൾ ഈ SMBയുടെ വീഡിയോ ഒക്കെ ഇടുവാണെങ്കിൽ ഗൈസ്
അതോടൊപ്പം എനിക്ക് ഭയങ്കര ലാഗാണ്, ഭയങ്കര നെറ്റിൻ്റെ ഇഷ്യൂ ആണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരിയും ഇതിൻ്റെ വീഡിയോ ഇടാത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ SMB ബെഡ് വാർസ് അങ്ങനത്തെ സംഭവമൊന്നും ചെയ്യാത്തത്. ഇപ്പോൾ നമുക്കൊരു നോർമൽ പിക്കാക്സ് ഉണ്ടാക്കാം. ഡിഗ് സ്ട്രൈറ്റ് ത്രൂ ഗൈസ്, ലെറ്റ്സ് ബി സ്പീഡ് റണ്ണേഴ്സ്. ഇപ്പോൾ നേരെ താഴെ പോവാം. യെസ് ഗൈസ്, സ്റ്റോൺ അപ്ഗ്രേഡ് നടത്തണം. സ്റ്റോൺ നമുക്ക് ആദ്യം ഒത്തിരി സ്റ്റോൺ കളക്ട് ചെയ്യാം, അതായത് 64 കളക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ ബേസ് അണ്ടർഗ്രൗണ്ട് പണിയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഗൈസ് നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ ഒന്ന് പറയുക. എനിക്ക് അണ്ടർഗ്രൗണ്ട് ബേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, എനിക്ക് അത്രക്കൊന്നും ഇത് ചെയ്യാനറിയത്തില്ല. ഇപ്പോൾ നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ഏരിയ ഉണ്ടാക്കാം. നമ്മളിന്ന് അണ്ടർഗ്രൗണ്ട് ബേസാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. ഇവിടെ ഡെർട്ട് വന്നു, അതിൻ്റെ അകത്ത് നമ്മളൊരു നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ ഗൈസ്? എന്തായാണ്? ഓ ഗൈസ്, ലക്കി, വി ആർ ലക്കി ഗൈസ്. 2 3 ഗൈസ്. അത് പിന്നെ ഗൈസ് ഇവിടെ ഒത്തിരി ആയുണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് നമ്മൾ ഈ സ്ഥലം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം നമ്മുടെ ബേസിന് വേണ്ടി ഗൈസ്. നമ്മൾ ഈ പ്രാവശ്യം ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കുന്നതിൽ എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം ഗൈസ് എനിക്ക് അണ്ടർഗ്രൗണ്ട് ബേസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ത്രില്ലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാനപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ ഗൈസ്. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്, എൻ്റെ അനിയത്തിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ് ഞാനപ്പോൾ ഒരു ഏരിയ ക്ലിയർ അപ്പ് ചെയ്യാം. ഗൈസ് നമ്മളൊരു 3x എന്തൊക്കെയല്ലേ ആവട്ടെ, യൂട്യൂബേഴ്സൊക്കെ 3x2 എന്നൊക്കെ പറഞ്ഞതൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല ഗൈസ്. ഇപ്പം നമ്മളൊരു ചെറിയൊരു ബേസാണ് അണ്ടർഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇച്ചിരി നല്ലതായിട്ടാണ് തോന്നുന്നത് ഗൈസ്. ലെറ്റ്സ് ടെസ്റ്റ് ഇറ്റ്. ഇത്ര ഒരു സ്പേസ് മതിയെന്ന് തോന്നുന്നു ഗൈസ്. ഈ ഒരു സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാം ഗൈസ്. എനിക്ക് ഇതുണ്ട്, ഡ്യൂറബിലിറ്റി ഇല്ല ഗൈസ് ഇതിന്. ഗൈസ് നോക്ക്, 0 ഡ്യൂറബിലിറ്റി. ഇങ്ങനെയെങ്കിലും ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബേഴ്സ് 0 ഡ്യൂറബിലിറ്റി. നമുക്കിവിടെ ഡേർട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കീറുക. ഇതാണ് ഗൈസ് പ്ലാൻ. കൊള്ളാം ഗൈസ്, ഇത് മതി. ഗൈസ് ഈ ഡേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മെയിൻ ചെയ്യണം. ഡേർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതുണ്ടോ, എന്തൊരു സുഖം. ആ സൗണ്ട് എഫക്റ്റ് നിങ്ങൾ കേൾക്കും, അതാണ് മൈൻക്രാഫ്റ്റ്. നമ്മൾ ഈ ഹാർഡ് കോർ വേൾഡിൽ ചാവാതിരിക്കാൻ കാരണം ഞാൻ എൻ്റെ എല്ലാ ഹാർഡ് കോർ വേൾഡിലും ചാകും. ഇതുവരെയായിട്ട് ഞാൻ എൻ്റെ ഒരു ഹാർഡ് കോർ വേൾഡും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു ബേസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഗൈസ്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ആൻഡ് സ്മെൽറ്റിംഗ് ഏരിയ ഇവിടെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് മണ്ടൊക്കെ റിസോഴ്സസ് എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് പെർസ്പെർ ഗൈസ്. എൻ്റെ ട്രിക്ക് ഗൈസ്, നമുക്ക് ഈ ട്രിക്ക് അറിയാമോ ഗൈസ്? ഒരു ഡ്രീമിൻ്റെ സാധനമാണ് ഗൈസ്. ഞാനിപ്പോൾ ഡ്രീമിൻ്റെ സ്കിന്നാണ് ഇട്ടിരിക്കുന്നത്. ഗസ് ഗൈസ് നമുക്കിത് വേണം. നമുക്കിത് വേണം. ഇതെടുത്തേക്കാം. ഗൈസ് ടോർച്ചസ്. ഇപ്പം നമ്മുടെ കയ്യിൽ
നമുക്ക് ഇതുവരെയായിട്ടും കോള് കിട്ടാത്തവരെ നമുക്ക് ടോർച്ചസ് ഒക്കെ എടുക്കാം. ഈ ചെസ്റ്റും എടുത്തേക്കാം, ആവശ്യം വരും ഗൈസ്. എപ്പോഴെങ്കിലും സാപ്ലിങ്സ് എല്ലാം കളഞ്ഞേക്കാം. അവനിപ്പോൾ ചെസ്റ്റ് എന്താ ചെസ്റ്റ് കാണുന്നില്ല. നമുക്കപ്പോൾ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇച്ചിരി വുഡ് കളക്ട് ചെയ്യണം. ഞാനപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ ഉണ്ടാക്കുക. ഞാനിപ്പോൾ കാട് ക്ലിയർ ചെയ്യാൻ പോവാണ് ഗൈസ്. 2 ആക്സ് ഞാൻ വെട്ടി. ഞാനിവിടെ നിന്നൊരു ബ്രൂയിങ് സ്റ്റാൻഡും കൂടെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അതിന് നമുക്ക് ടോർച്ചസും കൂടി ഇങ്ങനെ അടിച്ചു മാറ്റണം. ഞാനിങ്ങനെ ടോർച്ചസ് അടിച്ചു മാറ്റുമ്പോൾ ലാഡർ നമുക്ക് അടിച്ചു മാറ്റണം. ട്രിക്കാണ് ഇത്. ഡ്രീമിൻ്റെ ഒരു ട്രിക്കാണ്. അത് നമ്മൾ ക്രൗച്ച് ചെയ്തിരിക്കുക. ലാഡർ കയറുമ്പോൾ തോറ്റുക. നമുക്ക് ലാഡർ കിട്ടി. ഏത് കളർ ബെഡ് വേണം ഗൈസ്? ഗ്രീൻ കളർ ഇത് കിട്ടുമോ? അത് എടുത്തില്ല. അതുകൊണ്ട് നമുക്കൊരു യെല്ലോ എടുക്കാം. എല്ലാം നമുക്ക് എടുക്കാം. ഒക്കെ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ നോക്കാം. ഗൈസ് ഫുഡ് ആവശ്യമുണ്ട്. റിസോഴ്സസ് വുഡ്. മരം വെട്ടുക. എൻ്റെ ദൃശ്യം 2 കാണുവാണ് ഗൈസ്. അതിൻ്റെ സൗണ്ടാണ് വെളിയിൽ. നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോവാം. ഇപ്പോൾ അവിടെ സോംബീസ് സ്പോൺ ആയില്ലെന്നാണ് ആകരുതെന്നാണ് എൻ്റെ ഒരിത്. ആകുവാണെങ്കിൽ ഗൈസിനോ ലെറ്റ്സ് ഹൈഡ്. എനിക്ക് കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം. ഇപ്പം മനസ്സിലായ ഗൈസ് ഞാനിത് എന്തിനാണ് അടിച്ചു മാറ്റിയെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ റിസോഴ്സസ് കിട്ടിയതൊക്കെ എടുക്കാം. ഓക്കെ, അതിന് മുമ്പേ നമ്മൾ കൊണ്ടുവന്നൊക്കെ ഡൈ ആയിട്ട് നമുക്ക് തിരിക്കണം. ഒന്നുമില്ല. ഇപ്പം നമ്മളിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പർപ്പിൾ അല്ലെങ്കിൽ ഇത്. ഐ വിൽ ഗോ ഫോർ ദ പർപ്പിൾ. ഗൈസ്, നമ്മുടെ റീസ്പോൺ പോയിന്റ് സെറ്റ്. നമ്മുടെ ആദ്യത്തെ ഡേ കംപ്ലീറ്റ്. What the heck is this?
ഗൈസ് മണ്ടയ്ക്ക് സോംബി എരിയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം ഗൈസ്. അതിന് മുമ്പേ നമ്മൾ ഈ സ്ഥലം ഒന്ന് ലൈറ്റപ്പ് ചെയ്യാം. ബിഷ് 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 ബിഷ്. ചെസ്റ്റ് വെക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ ഒരു ട്രിക്ക് ഇതാണ്. ഫുഡിൻ്റെ ആവശ്യം വരും. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. ആക്സിറ്റ് ഓടിക്കുന്നത് എനിക്ക് താല്പര്യം, പക്ഷേ ഐ ആം ലേസി ഗൈസ്. വൺ ഡ്യൂറബിലിറ്റി സ്റ്റോൺ പിക്കാക്സ്. ഇത് പൊട്ടിച്ചാൽ പൊട്ടു. നോ ഗൈസ്, ഡ്യൂറബിലിറ്റി ഉണ്ട് ഗൈസ് ചെറുക്കനെ. ഇവിടെ ഇല്ലാണ്ട് അങ്ങനെ വെക്കാം. ഓക്കെ ഗുഡ്. We can go. So let's eat something. അവിടെ ഹെവിയിൽ കാണുന്നുണ്ട് കഴിച്ചെങ്കിൽ we can go there. ഈ സന്ധ്യ ഇത് ഇച്ചിരി ഹാർഡ് ആണോ? അല്ല ഗൈസ്, ഈ ഹേവേയിൽ മോഷ്ടിക്കുന്നത് അത്രയ്ക്കാണ്. നമുക്കിത് ഇന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുക്കണം. കിട്ടും. കിട്ടി. പൊട്ടിക്കുക ഗൈസ്. നമുക്ക് ഈ ഡയറക്ഷനിലുള്ള കാർഡ് പോവാം ഗൈസ്. വോട്ട് ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ അയണിൻ്റെ ഗിയറിൽ കെട്ടാൻ പറ്റും. നമുക്കൊരു അയണിൻ്റെ രീതിയിലോട്ട് മാറണം. ഇത് ഫുൾ നമുക്ക് അയൺ ആർമർ കിട്ടണം, അയണിൻ്റെ എക്യുപ്മെൻറ്റ്സ് കിട്ടണം. അതിനൊക്കെ ഇച്ചിരി വുഡൊക്കെ വേണം. എൻ്റെ ഒരു ഇതിൽ നമുക്ക് അയൺ സാവ് തുടങ്ങിയാലോന്നുണ്ട്, പക്ഷേ ഇത്ര അത് ഗുഡായിട്ട് തോന്നില്ല. ഒരു ഗുഡ്നെസ് ഇല്ല ഗൈസ്. അതിന് തന്നെ ഒത്തിരി അയൺ ചിലവാകും. ചിലവാക്കാനുള്ള ടൈമും ഇല്ല, അങ്ങനെ റിസോഴ്സസും ഇല്ല. അപ്പം ഇത്തിരി കൂടെ എടുക്കുക. നമുക്കൊരു കേവ് വേണം ഗൈസ്. നമുക്കൊരു മൈനിങ്. നേരത്തെ എൻ്റെ ക്യൂട്ട് വേൾഡായിരുന്നു ഗൈസ് അത്. ഗിയർ ഇപ്പം എൻ്റെ കയ്യിൽ ഗിയർ ഉണ്ട് ഓൾറെഡി. ഇങ്ങനെ ചെസ്റ്റ് പ്ലേറ്റ് ഒരു ഹെൽമെറ്റും ഉണ്ടാക്കാനുള്ള അയൺ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് കംപ്ലീറ്റ് ആവും ഗൈസ്. ഞാനിപ്പം ഇതിങ്ങനെ മുറിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് നമ്മളൊരു സർവർ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ മലയാളികൾ മാത്രം, പബ്ലിക് അല്ല, പ്രൈവറ്റാണ്. അതെ, ട്രാപ്ഡോസ് അവിടെ കണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു. റൺ 2 ബ്ലാക്ക് സ്മിത്ത് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഗൈസ് നൈസായിരുന്നു ഗൈസ്. ഇതിൻ്റെ അകത്തൊന്ന് ഇത് അടിച്ചു മാറ്റാം.
ഇപ്പോൾ നോർമൽ ആൾക്കാർ ഇത് ചെയ്യും, ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ മുറിക്കും. പക്ഷെ ഞാൻ എന്ത് സീനായിട്ടിരിക്കുന്നത്, ഡ്രീം ഒറ്റ വെടിക്ക് 4 പക്ഷി ആണോ ഗൈസ്, ഒറ്റ വെടിക്ക് 4 പക്ഷി. ഇതാണ് എൻ്റെ ഒരു ഇത് ഗൈസ്. ഗൈസ് എൻ്റെ അനിയത്തിയാണ് ഗൈസ്. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അണ്ടർ വാട്ടർ. വൈ ചുമ്മാ ഗൈസ്, എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ. ഗൈസ് എനിക്ക് തോന്നി ഇതിനാണ് ഗൈസ് ഞാൻ വന്നത്. എനിക്ക് വാട്ടർ എലിവേറ്റർ ഉണ്ടാക്കാൻ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഗൈസ് ഇത് വേറെ ഗൈസ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഗൈസ് ഇത് പൊട്ടോ പിക്കാക്സ് പൊട്ടിയില്ല, ഇതുവരെ പിക്കാക്സ് പൊട്ടിയിട്ടില്ല. അത് ആവശ്യമില്ലായിരുന്നു. മുട്ടയാണോ? സെയിം ലൂട്ട്സ് തന്നെയാണ്, പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒബ്സീഡിയനും ഉണ്ട്. നല്ല ലൂട്ടാണ്. പക്ഷെ വീണ്ടും എനിക്ക് പാൻറ് ലെഗിൻസ് ഇത് വേണ്ടായിരുന്നു. പിന്നെ അത് സെയിം സോഡ്, ഒബ്സീഡിയൻ, ഗോൾഡ് നല്ലതായിട്ടൊന്നുമില്ല ഗൈസ്. നമുക്ക് പക്ഷേ ഇവനൊരു ഹാർഡ്വെയർ, നമുക്ക് ഇവനൊരു റെഡ് സ്റ്റോൺ കമ്പോണൻ്റ് ഉണ്ടാക്കി കൊടുക്കാം. മൈൻക്രാഫ്റ്റ് എന്തിനാണ് ഈ സാധനം ഇവിടെ വെച്ചിരിക്കുന്നത് അറിയാവോ? പ്ലെയേഴ്സിന് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് കയറാനാണ് മൈൻക്രാഫ്റ്റ് അവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് എടുക്കാം ഗൈസ്. കണ്ടോ ഗൈസ്, ടെക്നോളജിയ. ദിസ് ഈസ് വാട്ട് ഐ സേ, ടെക്നോളജിയ. നമുക്കിപ്പോൾ അത്യാവശ്യം റിസോഴ്സ് ഉണ്ട്. സ്ഥലം മറന്നുപോയി. സ്ഥലം ഓക്കെ. നമ്മളെ സീക്രട്ട് പോടാ, അകത്ത് പോടാ, അകത്ത് പോടാ, അകത്ത് പോടാ, അകത്ത് പോടാ, അകത്ത് പോടാ. ഗൈസ് എനിക്കിത് വർക്കാവും തോന്നുന്നില്ല. യെസ്, ഇനി വർക്കാവുക. ഫൈനലി നമുക്ക് ഗൈസ് വരിക, നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം എടുക്കുക. ഓക്കെ, നമുക്കൊരു പോർട്ടൽ റൂം വേണം. ഇതായിരിക്കും. ഓ ഗൈസ് എനിക്കറിയായിരുന്നു അത് എപ്പോഴെങ്കിലും പൊട്ടുവന്ന്. പൊട്ടിക്കുക 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 പൊട്ടിക്കുക. നമ്മളപ്പോൾ ഈ പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ടൽ റൂമിനാണ്. പുറത്തൊരു അവരെന്തോ പേഴ്സണലുമായിട്ട് ഡിസ്കസ് ചെയ്യണം വീടിൻ്റെ എന്തോ പണിക്ക്. അതിൻ്റെ ഒച്ചയും ബഹളമൊക്കെയാണ് ഗൈസ്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. യു ഫോക്കസ് ഓൺ ദ വീഡിയോ. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു ഇത്
We need much speaker. ഇവിടെ ഒരെണ്ണം ഒബ്സിഡിയൻ. നമുക്കിത് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാം. നോ വറീസ്. ഇപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ അയൺ ഞാൻ ചെസ്റ്റിലിട്ടതാണ്. അയണോ ഗൈസ് സ്മെൽറ്റ് ചെയ്യാം ഗൈസ് നമുക്ക് അയൺ. ആ സമയത്ത് നമുക്ക് ഇതിൽ നമുക്കൊരു മൈനിങ് ഏരിയ ആക്കാം. പിക്കെക്സ് എടുക്കുക. ഗോ ഫോർ മൈനിങ്. Yeah, mine dude baby. It's mining mood. Oh guys, വെളിയിലെന്തോ അനിയത്തിനെ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിസ് ലാപ്പീസ് ലസൂലി. ഗൈസ് നമുക്കിതും കിട്ടി. We have got something else. Yes, we have got official iron. One. Guys, this is not even possible. ഓ ഗായ്സ് ഈ ഗ്രാവൽ ഡൂഡിനെ കൊണ്ട് തോറ്റ്. ഗ്രാവൽ ഡൂഡ് എപ്പോഴും എൻ്റെ ഗൈസിൻ്റെ അനിയത്തിയാണ്. ഗൈസ് മൈൻഡ് ചെയ്യേണ്ട ഗൈസ് ഈ ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഗ്രാവൽ ഡൂഡിന് ഇഷ്ടമില്ല ഗൈസ്. ഞാൻ ആരുടെ ട്രിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗൈസ് മുറിക്കുക. Yes guys, I can still do it. I have the power of Odin. I have the power of Odin. Guys. Please laggy. What happened? Guys, something happened. അപ്പോൾ ഗൈസിൻ്റെ ബാറ്ററി റൺ ഔട്ട് ആയതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നാളെ കാണാം.